ഈ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷത്തിൽ ആ സംഘർഷത്തിൻ്റെ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യാഘാതം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് വരെ എത്തി നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഈ യുദ്ധം നടക്കുന്ന സമയത്ത് ആ മാനവിക സംഗമങ്ങളെ, ആ യുദ്ധവിരുദ്ധ പ്രകടനങ്ങളെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഐക്യദാർഢ്യ സംഗമങ്ങളെ പുച്ഛിച്ച് നടന്ന ധാരാളം മനുഷ്യരുണ്ട്. അപ്പോൾ അവരൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞ ആ സിലിണ്ടർ ക്ഷാമം മൂലം തങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു അങ്കലാപ്പിൽ ഇപ്പോൾ നിൽക്കുകയാണ്. അവർക്ക് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ കുറ്റം പറയാനുള്ള ഇടങ്ങളാണ് ചായക്കടകൾ. ആ ചായക്കടകൾ പോലും പൂട്ടി പോകുമ്പോൾ ഇനി എന്ത് ചെയ്യും, തങ്ങളുടെ ഒരു സോഷ്യൽ സർക്കിൾ പോലും ഇല്ലാതാവുമ്പോൾ എന്ത് ചെയ്യുമെന്നുള്ളൊരു ആശങ്കയിലാണ് അവരിയ്ക്കുന്നത്. ഇപ്പോൾ നമ്മളെന്താണ് കാണുന്നത്, നേരത്തെ പറഞ്ഞ പോലെ യുദ്ധത്തിൻ്റെ ഒരു പ്രത്യാഘാതമായി ഒരു ആഫ്റ്റർ എഫക്റ്റായിട്ട് ഇവിടെ ഒരു എനർജി ക്രൈസിസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ എസെൻഷ്യൽ കമ്മോഡിറ്റീസ് ആക്ട് പ്രകാരമുള്ള ചട്ടങ്ങൾ നിലവിൽ വരുന്നു. ഇപ്പോൾ LPG സിലിണ്ടർ കിട്ടാൻ ഇല്ല. നാളെ മറ്റ് പല വസ്തുക്കളും കിട്ടാത്ത അവസ്ഥ വരും. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായ റിപ്പോർട്ട് അനുസരിച്ച് ഈ ഒരൊറ്റ പ്രശ്നം കാരണം 77 മുകളിൽ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചിട്ടുണ്ട്. ഇനി എന്തൊക്കെ ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുമെന്നതിനെക്കുറിച്ച് നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങൾ പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരാണെങ്കിൽ ഒന്ന് പുറത്തിറങ്ങി തൊട്ടടുത്ത ഹോട്ടലിൽ പോയി ഒരു ചായ കുടിക്കാൻ നോക്കിയാൽ പോലും നിങ്ങൾക്കത് കഴിയില്ല. ഇന്ന് ആമസോണിൽ നിങ്ങൾ പോയി നോക്കിയാൽ ഇൻഡക്ഷൻ കുക്കറുകൾ ലഭ്യമല്ല, സ്റ്റോക്കില്ല. അങ്ങനെ വലിയൊരു ക്രൈസിസാണ് ഇവിടെ വരുന്നത്. പലപ്പോഴും എൻ്റെയൊക്കെ ജനറേഷനിൽ പെടുന്ന ജെൻസികളും അല്ലെങ്കിൽ ഈ 90s അവസാനം ജനിച്ച ഒരുപാട് പേരാണ് ഞാൻ പലപ്പോഴും ഈ പറയുന്ന ഈ ഐക്യദാർഢ്യങ്ങളെ കളിയാക്കുന്നവരായിട്ട് കണ്ടിട്ടുള്ളതൊക്കെ. അവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന മനുഷ്യരോട് എന്തായിരുന്നു ഇറാൻ-ഇറാഖ് സംഘർഷം, എന്തായിരുന്നു കുവൈത്ത് യുദ്ധം, എന്തായിരുന്നു വിയറ്റ്നാം യുദ്ധം എന്നൊക്കെ നിങ്ങൾ വെറുതെ ചോദിച്ച് മനസ്സിലാക്കുന്നത് നല്ലതാണ്. കാരണം അതൊക്കെ സംഭവിച്ചപ്പോൾ പല രീതിയിലും നമ്മുടെ രാജ്യത്തെയും നമ്മുടെ സമ്പദ് വ്യവസ്ഥയെയും നമ്മുടെ നാട്ടിലെ മനുഷ്യരെയും അത് ബാധിച്ചിരുന്നു. അപ്പോൾ യുദ്ധത്തിനെതിരായിട്ട് സമാധാനത്തിന് വേണ്ടി നടക്കുന്ന ഐക്യദാർഢ്യങ്ങളുടെ പ്രസക്തി എന്ന് പറയുന്നത് ഇവിടെയാണ്. ഈ ഐക്യദാർഢ്യ സദസ്സുകൾ നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പൈതൃകത്തിൻ്റെയും കൂടി ഭാഗമാണെന്നുള്ള ഒരു കാര്യം കൂടി ഈ അരാഷ്ട്രീയവാദികൾ ഈ വൈകിയ വേളയിലെങ്കിലും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ലെനിൻ മുൻപ് പറഞ്ഞിട്ടുള്ളത്, പതിറ്റാണ്ടുകൾ ഒരുമിച്ച് സംഭവിക്കുന്ന ആഴ്ചകൾ പലപ്പോഴും ചരിത്രത്തിലുണ്ടാവാറുണ്ട്, ഒന്നും സംഭവിക്കാത്ത പതിറ്റാണ്ടുകളും കടന്നു പോകാറുണ്ട്.